നോക്കൂ ഗായ്സ്, നമ്മുടെ ജാസിദ് മുണ്ട് പൊക്കി കാട്ടിച്ച ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു, വല്ലാത്തൊരു ചിരിച്ച് ചത്തു പോകട്ടെ ഈ വീഡിയോ കണ്ടാല്. പ്രേക്ഷകരെ നോക്കൂ. അയ്യോ, മണിയാശാന് തെറ്റി. അത് പ്രേക്ഷകരെ നോക്കുവല്ല, പ്രിയപ്പെട്ടവരെയും നോക്കൂ. അത് എന്റെ ടാഗ് ലൈൻ. നീ നിന്റെ ട്രൗസർ മാത്രം ഇട്ട് കളിച്ചാൽ മതി, എന്റെ ട്രൗസർ എടുത്ത് നീ കേട്ടണ്ട, നിനക്കത് കേറൂല. ആ കോളിൽ തന്നെ അവർ പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെ ഇത് പുറത്ത് വിടാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഇവിടെ എന്താണ് ഡൗൺ സർജറി ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതെനിക്ക് അതിന് അവർ വിളിച്ചു തന്നെ ആയിരിക്കാൻ. നീ ഇന്നലെ എന്തോടാ പറഞ്ഞത്? എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ മോളെ കൊണ്ട് ഡബ് ചെയ്തിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റി വെച്ചതാന്നല്ലേ? ഒന്നിനും തുറച്ചു വെക്കടാ. എന്താ പറയാ, പ്രേക്ഷകരെ നോക്കൂ. അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഇവരുടെ അക്കൗണ്ടിൽ എന്റെ വീഡിയോസ് വരുമ്പോൾ എനിക്ക് അത്ര പ്രൊമോഷൻ അല്ലേ. ഒരു സന്തോഷം. നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. സത്യമായിട്ട് ഞങ്ങൾ ഇനിയും വീഡിയോ ചെയ്യും. നീ ഇനിയും പൗർത്തരവും കള്ളത്തരവും ചെറ്റത്തരവും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരണം. അതെ, എനിക്ക് അതാണ്. നിങ്ങൾക്കും ഒരു ഗുണം എനിക്ക്. ആ മണിയാശാൻ വൈകാരികമായി സംസാരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തു കൊടുക്കുന്നത് ആരാ? മണിയാശാന്റെ മണികണ്ടും ഈ മണികണ്ടും ഒപ്പം കൂടിയ മണിയാശാന്റെ സ്വന്തം അണ്ടിയാശാൻ, അതായത് ആശിയാശാൻ. ആൾക്കാർ ഒരു തൊരയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കി. തൊരയല്ല, അണ്ടിത്താതന്റെ എടാ ആണൊരുത്തം വന്നിട്ട് എനിക്ക് ഗർഭമാണ്, എന്റെ മറ്റേത് മുറിച്ചു, എന്റെ ഇതിനകത്ത് മറ്റേത് കയറ്റി വെച്ചു എന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്ക് പിന്നെ തൊരയല്ലാതെ പിന്നെ എന്ത് പുലയനാർ മണിയമ്മ വരാനാ നാറി. എന്നോട് ചോദിക്കുക, ജാസി എന്താണ് ജാസി സർജറി ചെയ്ത് ഞങ്ങൾ കാണണം, കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ലോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. അവർ മില്ലിയൻ അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണല്ലേ? കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് ഒരു വീഡിയോ ചെയ്ത് ഞാൻ എന്താ പറയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ കൂടി കണ്ടിരിക്കുന്നു. അല്ലാണ്ട് 1 മില്യൺ ഉണ്ട്, ഹസ്ബൻഡിനെ കാണിക്കാത്തല്ലാണ് അക്കൗണ്ട് കയറി നോക്കടാ ചെറ്റേ. നമ്മുടെ ഹെൽനസ് പാട്ട തന്നെ കുറിച്ചാണ് ജാസി താത്ത ഈ പറഞ്ഞത്. ജാസിയുടെ പ്രശ്നം ഇപ്പം ഹസ്ബൻഡിനെ കാണിക്കാത്തതാണോ? അവൾ അതൊക്കെ മുന്നേ കാണിച്ചാണല്ലോ. ഇനി ജാസിക്ക് കൂടുതലായിട്ട് അവനെ കാണണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ വീഡിയോയുടെ താഴെ കാണിക്കുന്നുണ്ട്, ശരിക്കും ഒന്ന് നോക്കിക്കോ. കണ്ടോ, ഇതാണ് ഹസ്ബൻഡ്. ഇത് ഇവിടെ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്റെ അക്കൗണ്ടിൽ തന്നെ ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും ആൾക്കാർ കണ്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അവള് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവൻ ഈ തുറന്ന് കാട്ടിന്ന് പറയുന്നില്ലേ, ഇവന്റെ സിലിക്കോൺ 1 മില്യൺ, അത് ഞാനായിരുന്നു. ഓ, അങ്ങനെയ സംഭവമല്ലേ. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഇവൻ ഈ സർജറി ഒക്കെ ചെയ്ത് എന്തിനാന്നറിയോ? ഇതൊക്കെ ആൾക്കാരെ വിളിച്ച് കാണിക്കാനാ. കാരണം ധന്യ അവന്റെ ബ്രസ്റ്റ് സർജറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ അവന്റെ ഈ സർജറിയായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഓ, ഭാഗ്യം എന്റെ നമ്പർ അവന്റെ കയ്യിലില്ലാത്തത്, ഇല്ലെങ്കിൽ ഞാൻ എന്ത് കാണുമായിരുന്നു. ആ നാദം എന്നിലേക്ക് എത്താതെ നിലച്ചുപോയി. ആഷി, നീ ശരിക്കും ശ്രദ്ധിച്ചോ? നിന്റെ ജാസി എല്ലാവരുടെയും സംശയം തീർക്കാൻ ഓരോ ശരീരഭാഗങ്ങളായിട്ട് അങ്ങ് തുറന്ന് കാണിക്കുകയാണ്. ഇനി എന്തൊക്കെ കാണേണ്ടി വരും നമ്മുടെ സാക്ഷര കേരളം. ജാസി, ആഷി, ഓൾ ദ വെരി ബെസ്റ്റ്. കൂടാതെ ജാസിക്കും ആഷിക്കും ഞങ്ങളുടെ വക ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് കൂടി ഞങ്ങൾ